ഹോസ്പിറ്റലിൽ പറഞ്ഞത് എനിക്ക് അച്ഛന് ഇത് നൽകി ഒരു കുഞ്ഞു മാലാഖിയാന്ന് പറഞ്ഞു. അത് തന്നെയാണ് കാര്യം. അച്ഛൻ കുറച്ച് കരച്ചിലും ഇതൊക്കെ ആയിരുന്നു, നീ എന്തിനു വേണ്ടി എനിക്ക് ത്യാഗം ചെയ്യണേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പെൺകുട്ടികളാണ് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുക, എല്ലാം മനസ്സിലാക്കാനും ഇപ്പോൾ അമ്മോടായാലും എന്നോടായാലും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സംസാരിക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് പെൺകുട്ടികളാണ്. വെറും വാക്കല്ല, ഈ അച്ഛൻ്റെ കരളാണ് മകൾ. മകൾക്കോ അച്ഛൻ എന്നാൽ ജീവനും അല്ല, അതിലുമേറെയും. 17-ാം വയസ്സിൽ വലിയ നിയമ പോരാട്ടത്തിനൊടുവിൽ അച്ഛന് സ്വന്തം കരൾ പകുത്തു നൽകി രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ദേവനന്ദയ്ക്ക് എല്ലാം അച്ഛനാണ്. അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അച്ഛൻ വന്ന സിറ്റുവേഷൻ ഒരു മകൾക്ക് കണ്ട സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു അച്ഛൻ വന്നത്. ഞങ്ങൾ ആരെയും തിരിച്ചറിയാതെ ജീവനുണ്ട് എന്നുള്ളത് ശ്വാസം വലിക്കുന്നതിലൂടെ മാത്രം മനസ്സിലാവുന്ന കുറച്ച് ദിവസങ്ങൾ. അപ്പം അതോടുകൂടി ഇത് മതി എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാനാണ് പറഞ്ഞത് നമുക്ക് മുന്നോട്ട് പോകാം, അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട, നമുക്ക് അച്ഛനോട് പറയണ്ട എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ മാമനോട് പറഞ്ഞപ്പോൾ മാമൻ വക്കീലിനെ ഏർപ്പാടാക്കി. വക്കീല് പറയുന്നതനുസരിച്ച് ഞാൻ കേസ് നമ്പറൊക്കെ നോക്കി കണ്ടുപിടിച്ചു, കൊടുത്തു. അങ്ങനെ അത് മുന്നോട്ട് പോയി. നിൽക്കുമ്പോൾ അത് എൻ്റെ മകളാണ്, ആൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കുക, എന്തൊക്കെയാണ് ഇതിൻ്റെ ഇതൊന്നും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു. അത് വേണ്ട എന്നുള്ളതാണ്, ഒരാളുടെ ജീവിതം കളഞ്ഞിട്ട് എനിക്കൊരു ജീവിതം വേണ്ട എന്നുള്ള ചിന്താഗതി തന്നെയായിരുന്നു. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലിവർ ഫൗണ്ടേഷൻ്റെ ആൾക്കാരൊക്കെ വീട്ടിൽ വരും, പിന്നെ സുഹൃത്തുക്കൾ അവരുടെ ഇപ്പം നമ്മൾ അങ്ങനൊരു ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇതായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഒരു പ്രോബ്ലം ഇല്ലാണ്ടുള്ള ആൾക്കാരുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് എന്നുള്ളത് കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല, ഒരു പുതുജീവിതം തന്നെയാണ് ഉണ്ടാവുക എന്നുള്ള വ്യക്തമായിട്ട് ഒരു മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിതത്തിൽ തിരിച്ചു വരാൻ ശ്രമം നടത്തിയത്. അല്ലെങ്കിൽ ഒരിക്കലും മോളതിലേക്ക് ഞാൻ വലിച്ചഴക്കില്ല. പേടിയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ താഴ്ത്തും തല്ലും വെക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ഓമനിച്ച് കൊണ്ട് നടന്ന മോള്. പിന്നെ അവൾ കുഞ്ഞു കുട്ടിയല്ലേ, അപ്പം പിന്നെ അവൾക്കും ഈ വേദന താങ്ങാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പഠിക്കുകയാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനില്ലാത്തൊരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പം മക്കൾ അച്ഛൻ വരുന്ന വരെ ഉറങ്ങാതിരിക്കും, അച്ഛൻ വന്നിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ. അങ്ങനെയാണ് എന്നാൽ ഓവർ എന്തോ എനിക്കറിയില്ല. അച്ഛൻ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം മക്കൾക്ക് ഭയങ്കര വിഷമമാണ്. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ മോളുടെ കാര്യത്തിൽ ഞങ്ങൾ സമ്മതിക്കേണ്ടി വന്നു. ചെറുതായിട്ട് കാലുമ നീരായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറേ നേരം വർക്ക് ചെയ്യണതും കുറേ നേരം ഇരിക്കുന്നതൊക്കെ ആയതുകൊണ്ട് അതങ്ങനെ കാലുമ നീര് വന്നുള്ളൊരു കണക്കൂട്ടിലാണ് പോയിരുന്നത്. പിന്നീടാണ് അത് 2 കാലിലേക്കും വരലും പിന്നെ കൂടുതലായി വന്നപ്പോഴാണ് നമ്മൾ വീണ്ടും ഒരു ഫർദർ ട്രീറ്റ്മെൻറ്റും അതിനുള്ള ചെക്കപ്പിനൊക്കെ പോയത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്നുള്ളത് അറിഞ്ഞു. കാരണം വേറെ പ്രശ്നങ്ങളൊന്നും ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ശാരീരികമായിട്ട് ഇഷ്യൂസ് ഉണ്ടായാലും വൈകുന്നേരം ആകുമ്പോഴേക്കും ചെറിയൊരു ക്ഷീണം അങ്ങനത്തെയൊക്കെ തോന്നിയിരുന്നത്. പക്ഷേ ഒരു കൂടുതൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ രാജഗിരിയിൽ പോയിട്ടാണ് നമ്മൾ ഇത്രയും സീരിയസ് ആണെന്നുള്ള ഇത്രയും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് എത്തിയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ സമയത്ത് ബാക്കി ഫിസിക്കൽ ഒരു ഇതുവരെയൊക്കെ ഇപ്പോൾ ഓഗസ്റ്റ് ആ സമയത്തൊന്നും ഫിസിക്കലായിട്ട് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഞാൻ സാധാരണ പോലെ ഷോപ്പിൽ പോകുന്നുണ്ട്, അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്, ഒക്കെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ കാലുമ നീര് കൂടുക, പിന്നെ ക്ഷീണം കൂടുക. എനിക്ക് ഇവിടുന്ന് അതായത് തീരെ പറ്റാത്തൊരവസ്ഥ വന്നത് ഏകദേശം നവംബറോട് കൂടിയിട്ടൊക്കെ ആയിട്ട്. ആ സമയത്താണ് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോഴാണ് പക്ഷേ കാര്യങ്ങൾ ഇത്ര ക്രിട്ടിക്കലാണ്, ഇനി വേറെ മാർഗങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയത്. പക്ഷേ ആ സമയത്ത് ഇങ്ങനൊരു അവസ്ഥയിലേക്കുള്ള ഒരു ഇതാണോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഇങ്ങനെ കുറച്ച് എക്സസൈസും പിന്നെ കുറച്ച് ഷുഗർ കൺട്രോളൊക്കെ മതി എന്നുള്ള രീതിയിൽ തന്നെ പോയിരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ഞാൻ അറിഞ്ഞിട്ടില്ല, ഇവർ പറഞ്ഞിട്ടുള്ളൊരു തന്നെയാണ്, എല്ലാവരും അറിയിച്ചോളാൻ പറഞ്ഞിട്ടുള്ള തന്നെയായിരുന്നു. ആ സമയത്ത് 1-2 ദിവസം അവർ വെയിറ്റ് ചെയ്തിട്ട് അവർ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്ന ആ സമയത്തിനുള്ളിൽ ഞാൻ തിരിച്ച് എനിക്കാണ്. അത് ശരിക്കും ദൈവം താങ്ങിയത് തന്നെയാണ്. അപ്പോൾ ഇനിയും കുറച്ച് കാലം കൂടി അല്ലെങ്കിൽ കുറേ കാലം കൂടി ജീവിക്കാനുള്ളൊരു ഉണ്ടായിരിക്കാം ദൈവം തന്നിട്ടുണ്ടാവും. അതുകൊണ്ട് മാത്രമാണ്. ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരും, അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചോ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിൽ ശരിക്കും എൻ്റെ കൈ വിട്ടുപോയി. ഞാൻ അന്നാണ് ശരിക്കും അത്രയും കരഞ്ഞിട്ടുള്ളത്. പക്ഷെ അമ്മ പറഞ്ഞു ഇത്രയും എത്തിച്ച് ഇനി നമുക്കൊരു വിശ്വാസമുണ്ട്, അപ്പോൾ അതിലൊക്കെ. പക്ഷെ പിറ്റേ ദിവസം വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അച്ഛൻ ഓർമ്മയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അതോടുകൂടി ഞങ്ങൾക്ക് ധൈര്യമായി. അച്ഛൻ്റെ കണ്ടീഷൻ അത്രയുമായിരുന്നു, 3 ഗ്രോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രോത്തിൻ്റെ വലിപ്പം വെച്ചിട്ട് സർജറി ചെയ്താലും ചിലപ്പോൾ ഇത് വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്രയും ക്യാഷൊക്കെ ചിലവാക്കി എൻ്റെ ആരോഗ്യം കളഞ്ഞ് ചെയ്തിട്ട് ചിലപ്പോൾ അച്ഛനെ കിട്ടിയില്ലെങ്കിൽ എന്നാണ് ഡോക്ടർ ചോദിച്ചത്.
പക്ഷെ ഞങ്ങൾ പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ എന്നുള്ളത് ഞങ്ങൾക്ക് ചെയ്തു എന്നുള്ളൊരു വിശ്വാസം, ഞങ്ങളുടെ മാക്സിമം ശ്രമിച്ചു, ആ ഒരു വിശ്വാസം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വൈകാരികമായിട്ടാണ് ചിന്തിക്കുന്നത്, ഞാൻ സയൻസാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പിന്നെയും പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്കിത് പറ്റില്ല എന്നുള്ളൊരു റിപ്പോർട്ട് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്കിൽ അപ്പീൽ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ റിസ്കിൽ അപ്പീൽ പോയിട്ടാണ് ഈ കോർട്ട് ഓർഡർ വന്നത് തന്നെ. കണ്ണ് തുറക്കുമ്പോൾ നല്ല വേദനയും ഇതൊക്കെ ഉണ്ടായിരുന്നു. നേരെ ICUലേക്ക് കൊണ്ടുപോയി അമ്മേനെ കാണിച്ചു. പക്ഷെ അപ്പോൾ എനിക്ക് കണ്ണ് തുറക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, പക്ഷെ സംസാരിച്ചു. ICUയിൽ കൊണ്ടുപോയി. ആദ്യ ദിവസം എനിക്ക് ബോധമൊന്നും ഉണ്ടായിരുന്നില്ല, പിറ്റേ ദിവസം ബോധം വന്നത്. ബോധം വന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു അച്ഛനെ കാണണമെന്ന് ചോദിച്ചു. അപ്പോൾ കാണണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ കോൾ ചെയ്ത് അച്ഛനെ കാണിച്ചു തന്നു. അപ്പം അച്ഛൻ ഭയങ്കര ഹെൽത്തിയാണ്, ഇപ്പോൾ ഒരു സന്തോഷം. അച്ഛന് മറവി കുറച്ച് കൂടുതലാണ്, അത് കണ്ണിൻ്റെ മുന്നിൽ കൊണ്ടുപോയി മരുന്ന് വെച്ചാലും അച്ഛൻ മറക്കും. അപ്പോൾ ചീത്ത പറഞ്ഞ് കഴിപ്പിക്കണം, ചിലപ്പോൾ വിളിച്ച് പറയേണ്ടി വരും. അച്ഛൻ കഴിക്കാതെ കടയിലേക്ക് വരെ പോവും. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പം അമ്മയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ പോലും എൻ്റെ അച്ഛനാരും കണ്ടിട്ടുണ്ടാവില്ല, അത്രയും ഫുൾ ടൈം ബിസി എന്ന് പറയില്ലേ. പിന്നെ അച്ഛൻ വന്നാലും അച്ഛൻ എന്നെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടിരിക്കും, തിരിച്ചെന്തെങ്കിലും പറയുക, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ. അല്ലാണ്ട് സാധാരണ പോലെ ഭയങ്കര സ്ട്രിക്റ്റ് പാരൻ്റ് അങ്ങനെയൊന്നുമല്ല. അതുകൊണ്ട് നല്ല കമ്പനിയാണ്. പിന്നെ ഇങ്ങനൊരു വന്നപ്പോൾ അച്ഛനില്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല.